ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. നിയമസാധുതയുള്ള ചില കാർ മോഡിഫിക്കേഷനുകൾ. അനധികൃതമായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ അധികൃതർ പിടിമുറുക്കുകയാണ്. മെഴ്സിഡീസ് ആയി മാറിയ മാരുതിയും ഫെരാരി എന്ന വിശേഷണത്തിൽ അറിയപ്പെട്ട മിത്സുബിഷി ലാൻസറും അനധികൃതമായ രൂപമാറ്റം വരുത്തിയതിനാണ് അടുത്തിടെ പിടിക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയും നാളും കണ്ടും കേട്ടും വന്ന മോഡിഫിക്കേഷനുകളെല്ലാം നിയമവിരുദ്ധമാണോ? പലർക്കും സംശയമുണ്ടായേക്കാം. ലളിതമായി പറഞ്ഞാൽ വാഹനങ്ങളിൽ അനധികൃതമായി വരുത്തുന്ന രൂപമാറ്റങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്. എന്നാൽ വിഷമിക്കേണ്ട, അധികൃതരുടെ അനുമതിയോടെ രൂപമാറ്റം അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നടത്തിയാൽ വാഹനം പിടിക്കപ്പെടില്ല. RTOയുടെ അനുമതിയോടെ വാഹനങ്ങളിൽ ചില രൂപമാറ്റങ്ങൾ നടത്താൻ സാധിക്കും. രൂപമാറ്റം വരുത്തിയാൽ 7 ദിവസത്തിനുള്ളിൽ RTOയ്ക്ക് മുന്നിൽ വാഹനം ഹാജരാക്കി രേഖകൾ പുതുക്കണമെന്നാണ് ചട്ടം. നിയമസാധുതയുള്ള ചില മോഡിഫിക്കേഷനുകൾ. നിറം. കാറിന്റെ നിറം മാറ്റുന്നത് രൂപമാറ്റങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടും. എന്നാൽ RTOയിൽ നിന്നും അനുമതി നേടിയാൽ കാറിന്റെ നിറം മാറ്റാം. ഇതിനു വേണ്ടി ആദ്യം ബന്ധപ്പെട്ട ഉടമസ്ഥൻ നിറം മാറ്റുന്നത് സംബന്ധിച്ച് RTOയ്ക്ക് അപേക്ഷ നൽകണം. RTOയിൽ നിന്നും അനുമതി ലഭിച്ചാൽ കാറിന്റെ നിറം മാറ്റാം. അതേസമയം RC ബുക്കിൽ പുതിയ നിറം കൃത്യമായി രേഖപ്പെടുത്തണം. ആക്സസറികൾ. കാറിന്റെ കുറഞ്ഞ പതിപ്പ് സ്വന്തമാക്കിയതിനു ശേഷം ടോപ്പ് വേരിയന്റ് ഫീച്ചറുകളും ആക്സസറികളും വേണമെന്ന ആവശ്യം നിയമ തടസ്സങ്ങളില്ലാതെ നിറവേറ്റാൻ സാധിക്കും. കാരണം കാറുകളുടെ ഏറ്റവും ഉയർന്ന പതിപ്പാണ് വിപണിയിൽ വിൽപ്പനാനുമതി തേടാറുള്ളത്. അതുകൊണ്ട് ടോപ്പ് വേരിയന്റ് ആക്സസറികൾ കുറഞ്ഞ പതിപ്പിൽ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് പ്രശ്നം നേരിടില്ല. എഞ്ചിൻ മാറ്റം. RC ബുക്കിൽ എഞ്ചിൻ വിവരങ്ങളെല്ലാം ഉള്ളടങ്ങിയിട്ടുണ്ടാകും. എഞ്ചിൻ മാറ്റേണ്ട സന്ദർഭമുണ്ടായാൽ RTOയിൽ നിന്നും അനുമതി നേടേണ്ടത് അനിവാര്യമാണ്. പുതിയ എഞ്ചിൻ വിവരങ്ങൾ RC ബുക്കിൽ പുതുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഉയർന്ന പതിപ്പിൽ നിന്നുമുള്ള എഞ്ചിനെ കാറിന്റെ കുറഞ്ഞ പതിപ്പിൽ നൽകാനും സാധിക്കും. എന്നാൽ ഇതിന് RTOയുടെ അനുമതി തേടണം. കാറിന്റെ ഉയർന്ന പതിപ്പാണ് രാജ്യത്ത് വിൽപ്പനാനുമതി തേടുന്നതെന്നാണ് ഇതിന് കാരണം. നിയമം ലംഘിക്കുന്ന അനധികൃത മോഡിഫിക്കേഷനുകൾ ഇവയൊക്കെ. വലിച്ചുനീട്ടൽ. സ്ട്രെച്ചിങ് അല്ലെങ്കിൽ വലിച്ചുനീട്ടലാണ് രൂപമാറ്റം വരുത്തിയ കാറുകൾക്ക് മേൽ പിടിവീഴാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ഏതാനും നാളുകൾക്ക് മുമ്പ് ലിമോസിൻ പരിവേഷത്തിൽ പിടിക്കപ്പെട്ട നിസാൻ സണ്ണി ഇതിന് ഉത്തമ ഉദാഹരണമാണ്. കാറിന്റെ ഘടന വലിച്ചു നീട്ടുന്നത് സുരക്ഷാമുഖത്തെ ഒട്ടേറെ ആശങ്കകൾ ഉണർത്തും. വെട്ടിയൊതുക്കൽ. അനുയോജ്യമായ കരുത്തുറ്റ ഘടനയിലാണ് നിർമ്മാതാക്കൾ കാറുകളെ വിപണിയിൽ എത്തിക്കുന്നത്. എന്നാൽ കാറിന്റെ ദൃഢമേറിയ ഘടനയെ വെല്ലുവിളിച്ചാണ് വെട്ടിയൊതുക്കൽ നടപടികൾ അരങ്ങേറുന്നത്. മോണോകോക്ക് ചാസികൾ ഇത്തരം നടപടിയിൽ ഏറെ ദുർബലപ്പെടും. കാറിന്റെ ഘടനയിൽ വരുത്തുന്ന രൂപമാറ്റങ്ങൾക്കെല്ലാം RTOയിൽ നിന്ന് അനുമതി നേടേണ്ടതാണ്. രൂപമാറ്റം. ARAIയുടെ അംഗീകാരം ലഭിച്ച കാറുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഔദ്യോഗികമായി വിൽക്കപ്പെടുന്നത്. നിയമം അനുശാസിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് കാറിലെ പാർട്സുകളെ വരെ നിർമ്മാതാക്കൾ ഒരുക്കുന്നത്. എന്നാൽ നിർമ്മാതാക്കൾ നൽകുന്ന അനുയോജ്യ ഘടകങ്ങൾക്ക് പകരം അനൗദ്യോഗിക പാർട്സുകളും ഘടനകളുമാണ് അനധികൃതമായ കാറിന്റെ രൂപം മാറ്റുമ്പോൾ ഉപയോഗിക്കപ്പെടുക. ഇതും സുരക്ഷാ ഭീഷണി ഉയർത്തും. ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തിയ കാറുകളെ പിടികൂടാൻ RTOയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഉയരം വർദ്ധിപ്പിക്കുക. ഓഫ് റോഡിങ്ങിന് വേണ്ടി ഇന്ന് പലതരത്തിലുള്ള ലിഫ്റ്റ് കിറ്റുകൾ ലഭ്യമാണ്. എന്നാൽ ഈ ലിഫ്റ്റ് കിറ്റുകൾ സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. റോഡിൽ ഇത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തും. കാറിന്റെ ഉയരം വർദ്ധിക്കുന്നതിനനുസരിച്ച് ബ്ലൈൻഡ് സ്പോട്ടുകളും കൂടും. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമന്റിലൂടെ.